ഹായ് ഓൾ, ചാറ്റ് വിത്ത് TSPയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് മീതു. ഇന്ന് അത്യാവശ്യം മൂവ്മെൻ്റ് ഒക്കെ തന്നിട്ടുള്ളൊരു ദിവസം തന്നെയായിരുന്നു. നല്ലൊരു ബുള്ളിഷ് മൂവ്മെൻ്റ് ആയിരുന്നു. ബാങ്ക് നിഫ്റ്റി അറൗണ്ട് ഒരു 1300 പോയിൻറ്റോളം മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിഫ്റ്റിയും അതുപോലെ തന്നെ 350 പോയിൻറ്റ് നല്ല മൂവ്മെൻ്റ് ആയിരുന്നു. നിഫ്റ്റിയും 350 പോയിൻറ്റോളം മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്യൂച്ചറിൽ. അപ്പോൾ നമുക്ക് നല്ല ട്രേഡ്സ് എടുക്കാൻ പറ്റി. ഇന്ന് നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത് ബാങ്ക് നിഫ്റ്റിയിലായിരുന്നു. ഇന്ന് എക്സ്പയറി ആയിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ നല്ല ട്രേഡ്സ് എടുക്കാൻ പറ്റി. 3 ട്രേഡ് എടുത്തു ബാങ്ക് നിഫ്റ്റിയിൽ. അതിൽ 3 നമുക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ സാധിച്ചു. നല്ല എൻട്രീസ് ഒക്കെ ആയിരുന്നു 3. നല്ല ടാർഗറ്റും തന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം പ്രീമിയത്തിൽ 100 പോയിൻറ്റിന് കൂടുതൽ ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നല്ല ട്രേഡ്സ് ആയിരുന്നു എല്ലാം. അപ്പോൾ ഇന്നത്തെ ട്രേഡ് എവിടെയായിരുന്നു, നാളത്തെ ഇമ്പോർട്ടൻറ്റ് സോൺ എവിടെയൊക്കെയാണെന്ന് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ചാർട്ടിലേക്ക് പോകാം. അപ്പോൾ ബാങ്ക് നിഫ്റ്റി രാവിലെ തന്നെ നല്ലൊരു ബാരിഷ്നെസ് ആയിരുന്നു. ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം ചെറിയൊരു ബാരിഷ്നെസ് കാണിക്കുന്നുണ്ടായിരുന്നു മാർക്കറ്റിൽ. പക്ഷേ അതൊരു ട്രാപ്പായിരുന്നു. റീറ്റെയിലേഴ്സിനെ ട്രാപ്പ് ചെയ്യുമായിരുന്നു മാർക്കറ്റ്. അതിനുശേഷം പതിയെയാണ് മാർക്കറ്റ് അപ്സൈഡ് മൊമെൻറ്റം കാണിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു എൻട്രിയിൽ 1:2.5 നമുക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ സാധിച്ചു. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൽ SL കുറച്ച് ബഫർ ചെയ്തിട്ടാണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. അതാണ് ടാർഗറ്റ് 1:2.5 വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ 163 പോയിൻറ്റോളം ഫ്യൂച്ചറിൽ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പ്രീമിയത്തിൽ അത്യാവശ്യം നല്ലൊരു പോയിൻറ്റ് കിട്ടി. ഒരു 100 പോയിൻറ്റിന് എബോവ് നമുക്ക് മൂവ് ചെയ്തു. നല്ല ടാർഗറ്റും അച്ചീവ് ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം വീണ്ടും ഒരു കണ്ടിന്യൂഷൻ പോലെയാണ് ഈ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതും ഒരു ബുള്ളിഷ് എൻട്രി തന്നെയായിരുന്നു. ഇതിലും ഒരു 1:3.7 നമുക്ക് ടാർഗറ്റ് കിട്ടി. നല്ല ടാർഗറ്റ് തന്നെയായിരുന്നു. നല്ലൊരു എൻട്രി ആയിരുന്നു ഇതും ഒരു ബാരിഷ്നെസ് മാർക്കറ്റിൽ ഈ ഒരു ഡൗൺ സൈഡ് മൊമെൻറ്റത്തിൽ കാണിക്കുന്നുണ്ടായിരുന്നു. റീറ്റെയിലേഴ്സിനെ ട്രാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, വീണ്ടും നല്ലൊരു ബൈങ് പ്രഷറിൽ അപ്പ് സൈഡിലോട്ട് മൂവ് ചെയ്തു. അപ്പോൾ ഈ ഒരു എൻട്രിക്ക് ശേഷം മാർക്കറ്റ് വീണ്ടും ഒരു ബുള്ളിഷ്നെസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് ഇവിടെ നിന്ന് കുറച്ചൊരു ഫോൾ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഫോൾ നമ്മൾ ഈ ഒരു ഏരിയയിൽ ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയൊരു എൻട്രി, അതിൽ അത്യാവശ്യം ടാർഗറ്റ് തന്നു. 1:4 ഉണ്ടായിരുന്നു. ഈ ഒരു ഏരിയ വരെ ആയിരുന്നു നമ്മുടെ ആ ഒരു ടാർഗറ്റ്. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും ആ ഒരു അപ്സൈഡ് മൊമെൻറ്റം കാണിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും ഒരു അപ്സൈഡ് മൊമെൻറ്റം കാണിക്കുന്നുണ്ടായിരുന്നു. മാർക്കറ്റ് നല്ലൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മുടെ ആ ഒരു ബൈങ് സോണിൽ നിന്ന് പക്ഷേ റിജക്ഷൻ തന്നുവെങ്കിലും അത് ബ്രേക്ക് ചെയ്ത് ക്ലോസ് വെച്ചിട്ടാണ് ആ ഒരു റിജക്ഷൻ തന്നിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം മൂവ്മെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു ഇന്ന് മാർക്കറ്റിൽ. ഇനി നിഫ്റ്റിയുടെ കേസിൽ നമ്മൾ ഇന്ന് എൻട്രീസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും സെയിം തന്നെയായിരുന്നു. നിഫ്റ്റി രാവിലെ ചെറിയൊരു ട്രാപ്പ് തന്നിട്ട് വീണ്ടും നല്ലൊരു ബൈയിങ് പ്രഷറിൽ കയറി പോയിട്ടുണ്ടായിരുന്നു. നിഫ്റ്റിയിൽ ആ ഒരു റിജക്ഷൻ രാവിലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ ബൈയിങ് സോണിൽ നിന്നായിരുന്നു. മാർക്കറ്റ് ഇന്ന് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ ബൈയിങ് സോണിന് താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. അതുകൊണ്ട് തന്നെ അതൊരു റിജക്ഷൻ പോലെയാണ് മാർക്കറ്റിൽ ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും 2-3 പ്രാവശ്യം അവിടെ നിന്ന് റിജക്ഷൻ തന്നിട്ട് വീണ്ടും അത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. നല്ലൊരു അപ്സൈഡ് മൊമെൻ്റ് ആയിരുന്നു. അതിനുശേഷം ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തതിന് ശേഷം നല്ലൊരു അപ്സൈഡ് മൊമെൻ്റ് തന്നെയായിരുന്നു. ഇനി നാളത്തെ ഇമ്പോർട്ടൻറ്റ് സോൺ എവിടെയൊക്കെയാണെന്ന് നമുക്ക് മാർക്ക് ചെയ്യാം. നിഫ്റ്റിയുടെ കേസിലൊരു ബൈങ് സോൺ ഉണ്ട്, ഞാനൊന്ന് പറയാം. 21,706 അതുപോലെ 21,745 അതിനുള്ളിൽ ചെറിയൊരു സോൺ പറയുവാണെങ്കിൽ 21,730 അതുപോലെ 21,742 ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ ഒരു ബൈങ് സോൺ ഉണ്ട്, ഞാനൊന്ന് പറയാം. 45,653 അതുപോലെ 45,786 അതിനുള്ളിൽ ചെറിയൊരു സോൺ പറയുവാണെങ്കിൽ 45,714 അതുപോലെ 45,762 ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. അത്യാവശ്യം വലിയൊരു സോണാണ്. നിങ്ങൾക്ക് അവിടെ ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി വരുവാണെന്നുണ്ടെങ്കിൽ ഇതൊരു എക്സ്ട്രാ കൺഫർമേഷനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, 1 ഡേ ടൈം ഫ്രെയിം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം മാറ്റമൊന്നും വന്നിട്ടില്ല. ആ ഒരു റേഞ്ചിൽ തന്നെയാണ് മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ. ഡേറ്റാസ് ബേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡേറ്റാസിലും വലിയ ചേഞ്ച് ഒന്നുമില്ല. FIA 19% ലോങ്ങും അതുപോലെ 34% ഷോർട്ട് പൊസിഷനിലുമാണ് ഉള്ളത്. DIയുടെ കേസ് നോക്കുകയാണെങ്കിൽ 11% ലോങ് പൊസിഷനിലും 15% ഷോർട്ട് പൊസിഷനിലുമാണ് ഉള്ളത്. അതിൽ FIA ആഡ് ചെയ്യുന്നുണ്ട് ലോങ്സ്. കാര്യം കുറച്ച് ദിവസം മുന്നേ ഒരു 11% ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് 19% ആയിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. 17, 19 അങ്ങനെ ചെറിയ ഇൻക്രിമെൻറ്റ് വരുന്നുണ്ട് ലോങ് പൊസിഷനിൽ FIA. പക്ഷേ ടോട്ടൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ബാരിഷ്നെസ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇനി നിഫ്റ്റിയുടെ കേസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ കേസിലും ആ ഒരു റേഞ്ചിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. നിഫ്റ്റി നല്ലൊരു ബുള്ളിഷ്നെസ് തന്നെയാണ് ഇപ്പോഴും. അധികം മാറ്റമൊന്നും വന്നിട്ടില്ല നിഫ്റ്റിയിൽ. ബാങ്ക് നിഫ്റ്റി ആ ഒരു ബാരിഷ്നെസ്സിൽ തന്നെയാണ്. ചെറിയൊരു ബാരിഷ്നെസ് ബാങ്ക് നിഫ്റ്റിയിലുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാവും മാർക്കറ്റിൽ. അപ്പോൾ ഇനി നാളത്തെ മാർക്കറ്റുമായിട്ട് വീണ്ടും കാണാം. താങ്ക്